മെറ്റബോളിക് ആസിഡോസിസ്, pH കുറയുന്നു, അപ്പോൾ H+ അയൺസ് കൂടുന്നു. ബൈകാർബണേറ്റ് ആകും ഇവിടെ എഫക്ട് ചെയ്യുന്നത്. ബൈകാർബണേറ്റ് ഈസ് ലോസ്റ്റ് ഇൻ ദ ബോഡി. H+ അയൺസിന്റെ അളവ് കൂടും, which leads to the decrease the level of pH, resulting in the metabolic acidosis. Metabolic acidosis കാണപ്പെടുന്ന കേസസ് ആണ് ഡയബറ്റിക് ketoacidosis and lactic acidosis, starvation, severe diarrhea, renal tubular acidosis, renal failures and G fistula and shock. അടുത്തത് compensatory mechanism of lungs. ലങ്സ് ഡീപ്പ് റാപ്പിഡ് ബ്രീത്ത് ടെക്നിക്സ് യൂസ് ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തേക്ക് കളഞ്ഞാണ് കോമ്പൻസേറ്റ് ചെയ്യുന്നത്. ദാറ്റ് ബ്രീതിങ് ഈസ് നോൺ ആസ് കോസ്മോൾ ബ്രീതിങ്. മെറ്റബോളിക് ആസിഡോസിസിൽ ആണ് കോസ്മോൾ ബ്രീതിങ് കാണപ്പെടുന്നത്. സോ എ പി ജിയുടെ പാരാമീറ്റേഴ്സ് ആണ് അടുത്തത് പറയുന്നത്. ഒന്നാമത്തെ pH കുറവായിരിക്കും, PCO2 കുറവായിരിക്കും, HCO3 കുറവായിരിക്കും. അൺകോമ്പൻസേറ്റഡ് നോക്കുകയാണെങ്കിൽ PCO2 നോർമൽ ആയിരിക്കും, കോമ്പൻസേറ്റഡ് PCO2 കുറവായിരിക്കും, pH കുറവായിരിക്കും.